മറുനാടൻ മലയാളിയുടെ എഡിറ്ററും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഷാജൻ സ്കറിയെ ഇന്നലെ രാത്രി പോലീസ് ഏതാണ്ട് 9-9:30 ആയപ്പോഴേക്കും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വിവരം എന്തായാലും മലയാളികൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മുടെ ചാനലുകളൊക്കെ തന്നെ വലിയ ആഘോഷമായി ഇത് ലൈവ് കാണിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ നിലപാട് വളരെ കൃത്യമാണ്. ഈ അറസ്റ്റ് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചതിൻ്റെയോ ഒന്നും കേസല്ല. പകരം ഇത് മാഹിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ ഭർത്താവും കുട്ടികളുമൊക്കെ ആയിട്ട് വിദേശത്ത് ഗൾഫിൽ താമസിക്കുന്ന ഒരാളാണ്. അവർ കൊടുത്തിട്ടുള്ള ഒരു പരാതിയിന്മേലാണ് ഈ അറസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഈ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് കെൻസ ബിൽഡേഴ്സ് എന്ന് പറയുന്ന കെൻസ വെൽനസ് എന്നൊക്കെ പറഞ്ഞ് പല ഉടായ്പ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന നമ്മുടെ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരു ബിരുദനുണ്ട്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല, നമുക്ക് ഷാജൻ ചെയ്ത വാർത്തകളിലൂടെയാണ് അദ്ദേഹത്തെ അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ചില ആളുകളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു വന്നു. ആ പണം തിരിച്ചു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാജൻ നിരവധി തവണകളായി വാർത്തകൾ കൊടുത്തിരുന്നു. ഈ വാർത്തകൾ കൊടുത്തതിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിൽ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അവിടെ തന്നെ വേറെന്തോ തട്ടിപ്പ് നടത്തിയിട്ട് ഏതോ ഒരു ഗൾഫിലെ ഒരു യുവതി തന്നെ ഈ പറ്റിക്കപ്പെട്ടിട്ട് അവർ കൊടുത്ത പരാതിയിൽ ഇദ്ദേഹം അറസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് റിലീസ് ചെയ്ത് ജാമ്യത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ ജാമ്യത്തിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടി എന്ന് പറയുന്ന ഈ വനിത എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കെൻസ എന്ന് പറയുന്ന ഷിഹാബ് ഷായുടെ ഒപ്പം ഓപ്പറേഷൻസ് മാനേജറായി വർക്ക് ചെയ്യായിരുന്നു. അവർ നേരത്തെ തന്നെ ബാങ്കിലും മറ്റു പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. എനിക്ക് എന്നെ വലിയ രീതിയിൽ മോശപ്പെടുന്ന രീതിയിലുള്ള വാർത്ത കൊടുത്തു എന്ന് പറയുന്ന ഒരു പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മോശപ്പെട്ട രീതിയിൽ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജൻ കുറച്ചുകൂടി അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാചകം എന്ന് പറയുന്നത് 3.5 കോടി രൂപ ഒരു ഖത്തറിൽ താമസിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പണം ഷിഹാബ് ഷായടക്കം അടിച്ചു മാറ്റിയെന്നും അടിച്ചു മാറ്റിയ 3.5 കോടി രൂപയുടെ 90% പണവും ഈ സ്ത്രീയാണ് എടുത്തുകൊണ്ട് പോയതെന്നും ഈ സ്ത്രീ അവരെ ഹണി ട്രാപ്പിൽ പെടുത്തിയെന്നും അങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്തിയത് വഴിയാണ് ഈ പണം കൈപ്പറ്റിയത് എന്നുമൊക്കെയാണ് ഷാജൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഹണി ട്രാപ്പ് വഴി എന്നൊക്കെ പറയുന്നത് അവർക്ക് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പരാതിയുടെ പുറത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ പോലീസ് കേസെടുക്കുമ്പോൾ പോലും എനിക്ക് പോലീസിനോട് ചോദിക്കാനുള്ള ആദ്യ ചോദ്യം, പോലീസ് ഇപ്പോൾ സമീർ താഹിർ എന്ന് പറയുന്ന ഒരാളുടെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത കേസിന് പോലീസ് നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാമല്ലോ. അതായത് ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോയെ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോഴും ആ ഷൈൻ ടോം ചാക്കോ ഓടി വെള്ളത്തിൽ വീണ് കുളിച്ച്, അതിനുശേഷം സോപ്പൊന്നുമില്ലായിരുന്നു, പാവം വെള്ളത്തിൽ വീണ് കുളിച്ചിട്ട് ഓടിപ്പോയപ്പോഴൊക്കെ പോലീസ് വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം പോയിട്ട് വരട്ടെ, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ക്ഷമയുണ്ടായിരുന്നു, അവർ നോട്ടീസ് കൊടുത്തിരുന്നു. പിന്നെ നമുക്കറിയാം നോട്ടീസ് കൊടുക്കാതെ ആകെ പിടിക്കുന്നത് വേടനെയൊക്കെ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവർക്കും പോലീസ് നോട്ടീസ് സർവ് ചെയ്ത് അവരിങ്ങോട്ട് വരുമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്, കുറച്ച് പിടിപാടൊക്കെ ഉള്ള ആളുകളാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. ഫ്രാങ്കോ മുളക്കൽ എന്ന് പറയുന്ന ഒരു ജലന്ധർ അതിരൂപതയുടെ ബിഷപ്പായിരുന്ന ഒരാൾ, അദ്ദേഹത്തെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പോലീസ് നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഹിൽ പാലസ് പോലീസുകാരൊക്കെ താടിക്ക് കൈ കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹം 9 മണി മുതൽ 5 മണി വരെ ചോദ്യം ചെയ്യലിന് ഹാജരായി. എന്നിട്ട് അദ്ദേഹം തിരിച്ച് നേരെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പോയി റൂമൊക്കെ എടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ 2-3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അപ്പോഴും അടിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല ക്രിമിനലുകളോടും അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരോപിക്കുന്നവരോടൊക്കെ ഇത്തരത്തിലുള്ള വിധേയത്വം കാണിക്കുന്ന കേരള പോലീസ് ഈ മാനനഷ്ട കേസിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തിയെന്നുള്ള കേസിനോ ഒക്കെ രാത്രി 9:30 വീട് വളഞ്ഞൊന്നും അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. അത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് പോലീസിൻ്റെ ഭീകരതയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷാജൻ ഷർട്ടിടാതെ പോയോ ഇല്ലേ എന്നൊക്കെ ഉള്ളതാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷാജൻ ആ സന്ദർഭത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഷർട്ട് ഇടാൻ പോലീസ് സമ്മതിച്ചില്ല, ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതൊന്നും എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഷർട്ട് ഇടാനൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ടാവും. കാരണം മറുനാടൻ്റെ തന്നെ ഒരു വീഡിയോയിൽ ഈ പറയുന്ന CI ആയിട്ടുള്ള നിയാസ് എന്നോ പറയുന്ന ഒരാളുടെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ബൈറ്റ് മറുനാടൻ ചാനലിൽ തന്നെയാണ്.
ആ ബൈറ്റിൽ തന്നെ നിയാസ് പറയുന്നത് ഞാൻ കെഞ്ചി പറഞ്ഞു ഷർട്ടിടാൻ, പക്ഷേ പുള്ളി ഷർട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴും ഒരു ഷർട്ടുമായിട്ട്, അതായത് പോലീസുകാർ കാശ് കൊടുത്ത് മേടിച്ച ഒരു ഷർട്ടുമായിട്ട് പുറകിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിൽ കൃത്യമായി കാണാം. അപ്പോൾ എന്താണെങ്കിലും ഷാജൻ ഷർട്ടിട്ടില്ല. ഷർട്ടിടാതെയുള്ള ഒരു പ്രതിഷേധം നടത്തി അത് ആ സമയത്തെ ഉപയോഗപ്പെടുത്തുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഷാജൻ സ്കറിയ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന് ചില തെറ്റുകൾ പറ്റിയിരിക്കുന്നു. ആ തെറ്റെന്ന് പറയുന്നത് ഇതിനെ കൃത്യമായി എങ്ങനെയാണ് നേരിടേണ്ടത്, അല്ലെങ്കിൽ ഇത് ആരാണ് തനിക്കെതിരെ ആസൂത്രണം നടത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത ഷാജൻ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറുനാട് ഷാജൻ്റെ തന്നെ ചാനലിൽ പീയൂഷ് എന്ന് പറയുന്ന എറണാകുളത്തെ റിപ്പോർട്ടറിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത് CI നിയാസ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിനെതിരെ നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഷാജൻ സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില വാർത്തകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് ചാർജ് എടുത്തിട്ടുള്ള ഈ നിയാസ് എന്ന് പറയുന്നയാൾ ഒരു പക വീട്ടിയതാണ് എന്നുള്ളതാണ് ഈ പറയുന്ന പീയൂഷൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഷാജനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഷാജൻ പിണറായിസം തുലയട്ടെ, അഭിപ്രായങ്ങൾ പറഞ്ഞവരെ പിണറായി ജയിലിലടക്കും, പിണറായിയുടെ മകളൊക്കെ കളവ് നടത്തുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഷാജൻ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത്. പക്ഷെ അതിനുശേഷം ഷാജൻ പുറത്തേക്ക് വന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല എന്നാണ്. അതാണ് നിങ്ങൾ അടിവരായിട്ട് കേൾക്കേണ്ടത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, പകരം നിങ്ങൾ അറിയേണ്ടത് ഇത് ചിലപ്പോൾ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന DGPയുടെ ഒരു പ്രതികാരമായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് പറയാനുള്ള ഒരു കാരണം അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന DGP ദർവേഷ് സാഹിബ് പല കേസുകൾ എടുക്കുകയും ഇദ്ദേഹത്തെ ജയിലിലടക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ അതൊന്നും നടക്കാതെ പോയി. അങ്ങനെ നടക്കാതെ പോയപ്പോൾ ഒരു ട്രെയിനിൽ വെച്ച് ഷാജൻ കണ്ടിരുന്നു DGPയെ. ആ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാനിവിടെ തന്നെ ഉണ്ട്, ഇങ്ങ് ഓടിപ്പോയില്ല, എന്നെ അറസ്റ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായി എടുത്തുകൊണ്ട് ദർവേഷ് സാഹിബ് ഒരു പക്ഷേ പിണറായി അറിയാതെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയതായിരിക്കും എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അവ്യക്തത ഷാജന് തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില കാര്യങ്ങളിൽ ആ അവ്യക്തത ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ ADGP MR അജിത് കുമാറിൻ്റെ അമ്മ മരിച്ചെടുത്ത് ഷാജൻ പോയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തിനാണ് ഷാജൻ അവിടെ വരെ ചെന്നത്, എന്താണ് ഷാജനുമായിട്ടുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അതുകൂടാതെ ഇത് ഷാജൻ പറയുന്നത് ഇത് പിണറായി അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല എന്നുള്ളത് ഷാജൻ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഷാജൻ സ്കറിയെ പോലെ ഒരു ഓൺലൈൻ പോർട്ടൽ, അതും കേരളത്തിൽ ഏറ്റവും ആളുകൾ കാണുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ, പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടലിനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം P ശശിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒക്കെ അറിയാതെ പോലീസുകാർ അത്തരത്തിൽ ഉടനെ തന്നെ ഈ മാഹിക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പരാതി കിട്ടുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുമെന്ന് ഞങ്ങളാരും വിചാരിക്കുന്നില്ല. ഈ മാഹിക്കാരിയായ സ്ത്രീയുടെ പേരൊക്കെ അറിയാം, പക്ഷെ പേര് പറയുന്നത് ഇപ്പോൾ വാദി എന്നുള്ള നിലക്ക് അവരുടെ പേര് പുറത്തു പറയാൻ പാടില്ലാത്തതാണെന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയാത്തത്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ നടപടി എടുക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഈ പരാതി കിട്ടുന്നത് തന്നെ ഫെബ്രുവരി 1-ാം തീയതിയാണ് 2025. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഷാജന് ഒരു ചെറിയ ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി രണ്ടാമത് ഷാജൻ്റെ മറ്റൊരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം, ഷാജൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മുതലാളിക്കെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു മുതലാളിക്കെതിരെ ചില വാർത്തകൾ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ടിറങ്ങിയാണ് ഷാജനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഷാജൻ അനുമാനിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഷാജൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെതിരെ, അതായത് SNDP സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതിയുടെ കൊല്ലത്ത് നിന്നുള്ള ഒരു നേതാവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂ മറുനാടൻ എക്സ്ക്ലൂസീവിൽ കൊടുത്തപ്പോൾ അത് വലിയ തോതിൽ വൈറലായിരുന്നു. ആ വൈറലായത് തന്നെ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇടപെടിച്ച് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണോ, അറസ്റ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാത്രി ഒരു 9-12 മണിക്കൊക്കെ ഒരു മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമ്പോൾ ഇനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ മിക്കവാറും 90% റിമാൻഡ് ചെയ്യാനാണ് വഴി. അപ്പോൾ അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത്. കൂടാതെ പോലീസ് അവിടെ അയൽവക്കക്കാരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ, റെസിഡൻഷ്യൽ കോളനിയിലെ ആളുകളോടൊക്കെ തന്നെ ഈ ഷാജൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള, അതായത് ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളതിനും അതിനുള്ള കേസാണെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഷാജന്
അനുകൂലമായ നിരവധി ഘടകങ്ങളുണ്ടായിട്ടും ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ടിട്ട് അതെല്ലാം ഉപയോഗപ്പെടുത്താതെ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് മറുനാടൻ ഷാജൻ്റെ അറസ്റ്റ് തികച്ചും അപലപനീയമാണ്. ഒരു എങ്ങും ഓടിക്കളയാൻ സാധ്യതയില്ലാത്ത അദ്ദേഹത്തെ വീട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും പുറകെ ഫോളോ ചെയ്ത് വന്ന് ഈ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വൃദ്ധരായ മാതാപിതാക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടെന്ന് ആവശ്യമില്ല. ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള മറ്റൊരു ഡെവലപ്മെൻറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. അത് തെഹൽക്കയ അതുപോലെ നാരദ ന്യൂസിൻ്റെയൊക്കെ ഹെഡായിരുന്ന നിങ്ങൾക്കെല്ലാം അറിയുന്ന മാത്യു സാമുവൽ എന്ന് പറയുന്ന, ഞാനും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് വളരെ നന്നായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ രാവിലെ തന്നെ കണ്ടു. ആ മാത്യു സാമുവൽ പറയുന്ന ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതിനെയൊന്നും ഞാൻ എൻഡോസ് ചെയ്യുന്നു എന്നുള്ളതിന് അർത്ഥമില്ല. പക്ഷേ അതിനു കൂടി ഷാജൻ മറുപടി പറയേണ്ടി വരും. കാരണം ഈ സമയത്ത് മാത്യു സാമുവൽ പറയുന്നൊരു വാചകം എന്ന് പറയുന്നത് 4-5 പേരുടെ കയ്യിൽ നിന്നെങ്കിലും, അതായത് അവരുടെ പ്രത്യേകിച്ച് മാത്യു സാമുവൽ പറയുന്നത് പണം മേടിച്ചുകൊണ്ടാണ് ഷാജൻ മാധ്യമപ്രവർത്തനം ചെയ്യുന്നത്, ആ പണം മാത്രം ലക്ഷ്യമിട്ടാണ് മാധ്യമപ്രവർത്തനം ചെയ്യുന്നതെന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന 1-2 കാര്യങ്ങൾ. ഒന്ന്, ബ്രിട്ടീഷ് മലയാളി തുടങ്ങിയപ്പോൾ മലയാളികളെ കുറ്റം പറഞ്ഞാൽ കൂടുതൽ വ്യൂസ് കിട്ടുമെന്ന് ആരോ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവരെ കുറ്റം പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന മറുനാടൻ മലയാളിയോട് സഹായിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അവരുടെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വയ്യാതിരിക്കുകയാണ്, അപ്പോൾ സാമ്പത്തികമായൊക്കെ സഹായിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അപ്പീൽ മറുനാടൻ ഷാജൻ വീഡിയോയിലൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ. കാരണം മറുനാടൻ ഷാജൻ അങ്ങനെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനോട് ലോയലായിട്ടുള്ള, കൃത്യമായി അദ്ദേഹത്തെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറുനാടൻ ഷാജൻ പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സംഭാവനകൾ ആരും കൊടുക്കും. അപ്പോൾ അത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ തന്നെ സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ചില ആളുകൾ സഹായമൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്നുകൂടി ഇദ്ദേഹം ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള 4-5 പേരുടെയെങ്കിലും വീഡിയോകൾ അല്ലെങ്കിൽ ഓഡിയോകൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞൊക്കെയാണ് മാത്യു സാമുവൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോഴും പക്ഷേ മാത്യു സാമുവൽ പറഞ്ഞതിനെ വിശ്വസിക്കുന്നില്ല. കാരണം ഷാജൻ അങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നേരിടുന്നതിൽ ചില അവ്യക്തതകൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഷാജൻ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. ആ സമയത്ത് തന്നെ മാത്യു സാമുവൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഷാജൻ്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം മറുനാടൻ ഷാജൻ ഇപ്പോൾ മനോരമ ഓൺലൈനേക്കാളോ മാതൃഭൂമിയിനേക്കാളോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ തന്നെ ഓൺലൈൻ രംഗത്ത് വലിയ തോതിൽ ആളുകളെ ആകർഷിച്ച, വലിയ തോതിൽ മറ്റാരും പറയാത്ത വാർത്തകൾ പറയുന്ന സത്യസന്ധനായ ഒരാൾ എന്നുള്ള നിലക്കാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടി കൂടി ഷാജൻ ഈ സമയത്ത് തന്നെ പറയേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് വാസ്തവം. അതിനായി കാത്തിരിക്കുന്നു. എന്തായാലും മറുനാടൻ്റെ അറസ്റ്റ് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് പിണറായി സർക്കാരിനെ പോലുള്ള സർക്കാർ ചെയ്യാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ സ്വന്തം ഇമേജ് തകർന്നുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഇമേജ് ഒന്നുകൂടി തകർക്കാൻ ഇത് ഇടയാക്കും എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.